ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച നേന്ത്രക്കായ വെച്ചിട്ട് നാടൻ രീതിയിലുള്ള ഒരു കൂട്ടാണ്. അതായത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാം, പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം ഈ മഴക്കാലത്ത്. അതിനായിട്ട് ഒരുവിധം നന്നായിട്ട് മൂപ്പായ ഇതേ സൈസിലുള്ള പച്ച നേന്ത്രക്കായ എടുക്കുക. നല്ലപോലെ മൂപ്പായത് എടുക്കണം. ഇനി അത് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ സൈഡെല്ലാം അതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തോലിൻ്റെ ഈ കറുത്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയുക. ചെറുതായിട്ട് ചെത്തിക്കളഞ്ഞാൽ മതി. എന്നിട്ട് അതിൻ്റെ തോലടക്കം നമ്മൾ കട്ട് ചെയ്ത് ചേർക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പച്ചക്കായ കിട്ടിയാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇതേ വലിപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. 2 പച്ചക്കായും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നികരെ വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അതവിടെ വെക്കുക. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ കയ്യിലേക്ക് വേണ്ട ഒരു 1/4 മുറി നാളികേരം ചിരവിയത് വേണം. അതിലേക്ക് ഒരു 4 വെള്ളുള്ളി അല്ലി ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളകും ചേർത്ത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തരിതരിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 12ഓളം ചുവന്നുള്ളിയാണ്. ഇത് ചതച്ച് ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എരിവിന്. അപ്പോൾ കായ കഴുകി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് സ്റ്റവ് ഓൺ ചെയ്തു. നികരെ വെള്ളം ഒഴിച്ചു. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. പച്ചമുളക് കട്ട് ചെയ്തും ചേർത്തു. നമ്മളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ നമ്മൾക്കൊരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അതേപോലെ നമ്മൾക്കൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്കിത് കായ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഒരല്പം വെള്ളം കൂടി ഉണ്ട്. അത് 1 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് വെന്ത് വറ്റിക്കോളും. ഒരുപാട് അങ്ങോട്ട് വറ്റിപ്പോണ്ട. ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് നമ്മൾ ഉടച്ചുകൂടി കൊടുക്കുക. അപ്പോൾ അതെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് വെള്ളുള്ളി, ജീരകം, കുരുമുളക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ കപ്പയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ. മഴക്കാലത്തൊക്കെ നല്ല ടേസ്റ്റാണ്. പഴയ കാലത്ത് നമ്മൾക്ക് ഇതേപോലെ കർക്കിടക മാസങ്ങളിൽ ഇങ്ങനെയുള്ള ഐറ്റമാണ് കിട്ടുകയുള്ളൂ. ചായക്കൊക്കെ വൈകുന്നേരം നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും ചേർത്ത് കഴിക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ പോരാകേണ്ട ഒരല്പം ഉപ്പ് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തു. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് അതിലേക്ക് വറവിടാനായിട്ട് ഒരു ഉരുളി അടുപ്പത്തിലേക്ക് വെച്ചു. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ്. അപ്പോൾ ഉഴുന്ന് പരിപ്പൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുകും ചേർത്ത് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചും ചേർത്തിട്ട് നമ്മൾ ആ ചുവന്നുള്ളി ചതച്ചെണ്ണ ചേർക്കുക. ശരിക്കും എന്നാൽ വെളിച്ചെണ്ണയിൽ മൂപ്പായി വരട്ടെ. അപ്പോൾ 10-12 ചുവന്നുള്ളി തന്നെ എടുക്കണം. അപ്പോഴാണ് നല്ല രുചിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ചുവന്നുള്ളി ഒന്ന് മൂപ്പായി വരുമ്പോൾ 2 കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതേ ഘട്ടത്തിൽ നമ്മൾക്ക് ആ കായ വേവിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം. ഇപ്പോൾ കായ മുഴുവൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ തേങ്ങ അരപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പഴയ കാലത്തുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. എന്തായാലും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പെല്ലാം നോക്കുന്നത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കിത് കാണുമ്പോൾ എരിശ്ശേരി പോലെ കാണുന്നുണ്ട്. പക്ഷേ ഇത് എരിശ്ശേരിയല്ല. എരിശ്ശേരിയിൽ നമ്മൾ തേങ്ങ വറുത്തെല്ലാം ചേർക്കുന്നതാണ്. അപ്പോൾ അടിപൊളിയായില്ലേ? ഞാനത് ഒരു വിധം ചൂടാറിയതിന് ശേഷം കാണിച്ചു തരാം. അതേപോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇത്രയും ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്